ശ്രീ ജോൺ പോളുമായിട്ടുള്ള എൻ്റെ സഹവർത്തിത്വം ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വെള്ളക്കടലാസ് പോലെയാണ് ആ മനസ്സ്. ആ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കടപ്പാടുകളോ ഇല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ചിന്തകളോ ഒന്നും തൊട്ട് തീണ്ടാതെ ഈ ആരുടെ പ്രശ്നങ്ങളിലും കയറി ഇടപെടുന്ന ഒരു കല എന്ന് പറയുന്ന ഒരു സമിതിക്ക് വേണ്ടി എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറുള്ളൊരു മനസ്സാണ് അദ്ദേഹം. ഇത് പറയാൻ കാരണം എന്തെന്നാൽ ഒരു തിരക്കഥാകൃത്തായിട്ട് ഒരു ചിത്രത്തിൽ വരുമ്പോൾ പല കടപ്പാടുകളും പല ബന്ധങ്ങളും പല കോംപ്ലിക്കേഷൻസ് പലതും ഉണ്ടാവാം. പക്ഷെ അതൊന്നുമില്ലാതെ മറ്റൊരാൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തി ആ തിരക്കഥയിൽ ഇടപെട്ട് അതിന് ഏറ്റവും കൂടുതലുള്ള ഒരു എഫക്റ്റ് കൊടുക്കുക, അതിനുള്ള നിറക്കൂട്ട് കൊടുക്കുക, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു ശൈലിയായിരുന്നു. ശ്രീ ജോൺ പോൾ കലൂരിൻ്റെ സിക്കിത്തോ ഒരുമിച്ചുള്ള ഗ്രൂപ്പുള്ള സമയത്ത് എനിക്ക് അദ്ദേഹവുമായിട്ട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ 2 ചിത്രങ്ങളിലും 1000 ലക്ഷങ്ങളിലും ഒപ്പം ഇതിലെല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്വൈസും തിരക്കഥ രൂപപ്പെടുത്തുന്നതിനുള്ള സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ അദ്ദേഹം ഇടപെട്ട ഓരോ ചിത്രവും, ഈവൻ ഞാൻ അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന കക്ക, കോലക്കം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒരു തിരക്കഥാകൃത്തല്ലാതിരുന്നിട്ട് കൂടെ അതിൻ്റെ ചർച്ചകളിൽ സജീവമായി അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാരൂപം പുറത്തു വരുന്നതിന് ഏതെല്ലാം വിധത്തിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാമോ അവിടെ സാമ്പത്തികമോ പേരോ ഒന്നും പ്രശ്നമുള്ള ഒരാളായിരുന്നില്ല. വളരെ സ്നേഹമായിട്ടുള്ള ഒരു മനുഷ്യൻ. ഈ അദ്ദേഹത്തിന് ഒരിക്കൽ ഞാൻ ചർച്ച ചെയ്യാനായപ്പോൾ പലപ്പോഴും നമ്മളെ ഒരാൾ വേർപെട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം സ്വാഭാവികമാണ്, മാനസികമായിട്ടുള്ളൊരു വികാരമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യമാണെന്ന് മാത്രം പറയാം. അത് പുള്ളി അദ്ദേഹത്തെ സംബന്ധിച്ചോളം വന്നിട്ട് എല്ലാ റിലീജിയസ് ബുക്സും അതിനെ പറ്റിയിട്ടുള്ള എല്ലാത്തിനുമുള്ള ധാരണകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഒരിക്കൽ ഞങ്ങൾ വേറൊരു ചിത്രത്തിൻ്റെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്ത് കോട്ട് ചെയ്ത വാചകം രാമായണത്തിലെ ശ്രീരാമൻ ലക്ഷ്മണോപദേശത്തിൽ പറയുന്ന 4 വരികൾ. അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം ദുഃഖത്തിൻ്റെ ഒരു ഭാവമുണ്ട്. അത് ആ മനസ്സിലും ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തോട് ഇടപെടുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വേർപാടിൻ്റെ ഇവിടെ പറയും മുമ്പിയാണെന്ന് വെച്ചാൽ യാത്ര അദ്ദേഹത്തിൻ്റെ കറ്റത്തകളിൽ കൂടി എല്ലാത്തിനും വന്നു കഴിഞ്ഞിട്ട് വേദനയുടെ ഒരു അംശം ഏതോ കൂടുതലുണ്ട്. അവിടെ ഒരു ഹീറോ അല്ല, ആ വേദനയുടെ അംശം നമ്മളിലേക്ക് എത്തിക്കും. അത് നമ്മളുടെ ശരിയായിട്ടുള്ള മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേദന പുറത്തു കൊണ്ടുവരിക. അങ്ങനെ വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അദ്ദേഹം പറയും നമ്മളെപ്പോഴും ഒരുമിച്ച് കൂടുന്നു, വേറുണ്ടെന്നു. ഇതെല്ലാം നമ്മളെ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്. പാന്തർ പെരുവഴി അമ്പലം തന്നിൽ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ നദ്യാമുഴുകുന്ന കാഷ്ടങ്ങൾ പോലെ എത്രയും ചഞ്ചലം ആലേസകൾ. ഈ വരികൾ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയും. നമ്മളെല്ലാവരും വന്നു കഴിഞ്ഞിട്ടൊരു ബസ് സ്റ്റോപ്പിൽ വന്നു ചേർന്ന് യാത്രക്കൊല്ലപ്പെടും. ഇപ്പോൾ ബസ് സ്റ്റോപ്പിലായാലും ഒരു വീട്ടിലുള്ള നമ്മളെല്ലാവരും ഒത്തുചേരുന്നു. ഒരാൾ വരുന്നു, ഒരാൾ പോകുന്നു, വഴക്കിടുന്നു, ഇതെല്ലാം സംഭവിക്കും ജീവിതത്തിൽ. ഇതാണ് ഒരു തിരക്കഥയിലേക്ക് വരേണ്ടത്. ഇത് സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നു, സംസാരിക്കുന്നു, അടുത്ത നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടായിരിക്കണം ഒരു ചലച്ചിത്രത്തിന് രൂപം കൊടുക്കേണ്ടത്. ആ മനുഷ്യൻ്റെ വികാരം അത് മാത്രമേ ഉള്ളൂ. അതിൽ വന്നിട്ട് ദുഃഖത്തിനോ അല്ലെങ്കിൽ സന്തോഷത്തിനോ ഒന്നും വന്നു കഴിഞ്ഞിട്ട് നമുക്കത് ബാലൻസ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ച് തന്നെ തീരും. അതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ്. അപ്പോൾ ഞാനന്ന് ഒരു സംവിധായകനായിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ്. കപ്പയുടെ ചർച്ചയിലിരിക്കുന്ന സമയമാണ്. അപ്പം
ഇതൊക്കെയാണ് നമ്മളെ ഭാവിയിലേക്ക് നമ്മളൊരു കഥ സെലക്ട് ചെയ്യുമ്പോഴോ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചിത്രമെടുക്കുമ്പോഴോ നമ്മൾ മനസ്സിൽ പതിയും. അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമേ ജീവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്ന വെച്ചാൽ ആ ജീവിതം എങ്ങനെയായിരുന്നു എന്നതൊക്കെ ഇപ്പോൾ ജോർക്കോളിനെ പോലെ 100 ചിത്രങ്ങൾക്ക് അതും എല്ലാം സക്സസ്ഫുള്ളായിട്ടില്ല, വിജയഭാഷം നടത്തിയിട്ടുള്ള ചിത്രങ്ങൾ. ഇതിലെല്ലാം രചന നിർവഹിച്ച ഒരാൾ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അങ്ങനെയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പം അതിനെ പറ്റിയിട്ട് അദ്ദേഹം ചിന്തിച്ചില്ല എന്നുള്ളത് ഒരു കുറ്റമാണോ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു വല്ല കടലാസ് പോലെ തന്നെയാണ്. അദ്ദേഹം ആ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈവൻ സിനിമാ രംഗത്ത് ഉള്ളപ്പോഴും അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യുന്ന അസംഘടിതമായിട്ടുള്ള സിനിമാറ്റിൻ്റെ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് മാക്ട എന്നുള്ളൊരു ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ ശ്രമിച്ചു. അത് നല്ല രീതിയിൽ ചെയ്തു. എല്ലാവർക്കും വന്നു കഴിഞ്ഞിട്ട് അതിൽ അംഗത്വം മാക്ട, ഫെഫ്ക ഇതിലെല്ലാം അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള അനുകമ്പയും സ്നേഹവും അവരോടുള്ള കെയർ അതെടുത്ത് കാണിക്കുന്ന ഈ ജീവിതത്തിൽ വലുതായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് ഓരോ വ്യക്തിക്കും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചിലത് പോലും എഴുതിയില്ല. അദ്ദേഹം സാധാരണ ഒരു ബാങ്ക് ജീവനക്കാരൻ എന്തുകൊണ്ട് ഇത്രയും ഉന്നതികളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ അതേ ശരിക്ക് പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്ന ആ രീതിയിൽ അനുസരിച്ച് അദ്ദേഹം ഒരു തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ ബാങ്ക് ജോലി ഉപേക്ഷിച്ച് കലാജീവിതമാണ് എൻ്റെ തൊഴിൽ എന്ന് മനസ്സിലാക്കി അതിലേക്ക് വന്നു. അത് വന്നു കഴിഞ്ഞിട്ട് ഒരു ജീവിതോപാധിയായിട്ട് മാത്രം അദ്ദേഹം കണക്കാക്കിയില്ല. ഇതൊരു കല, ആ കലയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ സമയം കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പമില്ല. ഈ വൈകികളിൽ നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാം. പക്ഷേ എന്നാലും ഞാൻ വീണ്ടും ഓർമ്മിക്കുന്ന അദ്ദേഹം പറഞ്ഞ വാചകം, ഈ കാണുന്നതെല്ലാം നമ്മൾ പണ്ടുകാലത്ത് ഗരുഡിയമ്പലത്തിലോ അല്ലെങ്കിൽ ഇന്നത്തെ ബസ്റ്റാൻഡിലോ കണ്ടിരിക്കുന്ന യാത്രക്കാരന്മാർ അങ്ങനെ മാത്രമേ കരുതാവൂ. ഒരാൾക്ക് ബസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് അത് ദൈവത്തിൻ്റെ വിളി. അവിടെ വന്നു കഴിഞ്ഞിട്ട് സമ്പത്തോ വയസ്സോ ഇതൊന്നും ഒരു പ്രാവർത്തിക ഒരു ഘടകമേ അല്ല. ആ വിളി വരുമ്പോൾ നമ്മൾ പോയി തന്നെയാകണം. അതുകൊണ്ട് ദുഃഖത്തിനല്ല, അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില തത്വങ്ങളുണ്ടായിരുന്നു. ആ തത്വങ്ങൾ ഇന്ന് നിലനിൽക്കും. ആ തത്വങ്ങൾ കൂടെ ഇനി കൂടുതൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ അത് പുറത്തു കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെന്നും നിലനിർത്താൻ വേണ്ടി അത് പ്രാവർത്തികമാക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാ അതിനെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.